ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി 4 വർഷങ്ങൾക്ക് ശേഷം സൗദി അറേബ്യ സന്ദർശിക്കാൻ ഒരുങ്ങുകയാണ്. സൗദി അറേബ്യ സന്ദർശിക്കുമ്പോൾ ഒരു പ്രധാനപ്പെട്ട ആവശ്യം ഇന്ത്യയിലെ സൂഫികൾ നരേന്ദ്രമോദിയുടെ മുമ്പിൽ വച്ചിട്ടുണ്ട്. ആ ആവശ്യത്തിലേക്ക് നമുക്ക് വരാം. എന്തായാലും മോദി സൗദി അറേബ്യ 4 വർഷത്തിന് ശേഷം സന്ദർശിക്കുമ്പോൾ ഇരു രാജ്യങ്ങളിലും വലിയ പ്രതീക്ഷയിലാണ്. 2 ദിവസം സൗദിയിൽ തങ്ങുന്ന മോദിയുടെ ലക്ഷ്യം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൗഹൃദം ശക്തിപ്പെടുത്തലും വ്യാപാരവും നിക്ഷേപം വർദ്ധിപ്പിക്കലുമാണ് എന്നുള്ളതാണ്. പ്രതിരോധ രംഗത്തും ഊർജ്ജ മേഖലയിലും സൗദിയും ഇന്ത്യയും സഹകരണം ശക്തമാക്കും. ബന്ധം ശക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ രൂപീകരിച്ച ഇരു രാജ്യങ്ങളുടെയും പ്രതിനിധികൾ ഉൾപ്പെട്ട സമിതിയുടെ ഭാവി പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യും. ഇന്ത്യയിലെ പശ്ചിമേഷ്യ വഴി യൂറോപ്പുമായി ബന്ധിപ്പിക്കുന്ന ഇടനാഴിയുമായുള്ള ചർച്ചയും അവിടെ നടക്കുമെന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. എന്തായാലും ഇനി എന്താണ് ഈ സൂഫികൾ നരേന്ദ്രമോദിയുടെ മുന്നിൽ വെച്ച വിചിത്രമായിട്ടുള്ള ആവശ്യം എന്ന് നോക്കാം. വിചിത്രമായ ആവശ്യം മോദിക്ക് മുമ്പിൽ വച്ചിരിക്കുന്നത് ഇന്ത്യയിലെ സൂഫികളാണ്. മദീനയിലെ ജന്നത്തുൽ ഖലീലുള്ള ഖബറുകൾ കെട്ടി ഉയർത്തണം എന്നതാണ് അവരുടെ ആവശ്യം. 1925 ഇവ തകർത്തതാണ് എന്നും ഇവർ അവകാശപ്പെടുന്നു. സൗദി ഭരണാധികാരിയുമായുള്ള ചർച്ചയിൽ മോദി ഈ വിഷയം ഉന്നയിക്കണം എന്നുള്ളതാണ് സൂഫികളുടെ ആവശ്യം. ദി സൂഫിക് ഇസ്ലാമിക് ബോർഡാണ് പ്രധാനമന്ത്രിക്ക് നിവേദനം സമർപ്പിച്ചിരിക്കുന്നത്. പ്രവാചക പത്നിമാർ, പ്രവാചകന്റെ അനുജനന്മാർ എന്നിവരുൾപ്പെടെയുള്ള പ്രമുഖ വ്യക്തികളുടെ ഖബറുകൾ ഉൾപ്പെടുന്ന സ്ഥലമാണ് ജന്നത്തുൽ ബഖീഅ്. അവിടെ പുണ്യകേന്ദ്രമാക്കി മാറ്റണം എന്നാണ് ഷിയ വിഭാഗക്കാരുടെ ആവശ്യം. ഇതിനോട് യോജിച്ചാണ് സൂഫികൾ പുതിയ ആവശ്യം മോദിയോട് ഉന്നയിച്ചിരിക്കുന്നത്. നേരത്തെ ഒട്ടോമൻ സാമ്രാജ്യത്തിന് കീഴിലായിരുന്നു മക്കയും മദീനയും. 1920 നിയന്ത്രണം സൗദി ഭരണകൂടത്തിന് ലഭിക്കുന്നത്. ഈ വേളയിൽ ജന്നത്തുൽ ബഖീയിലെ ഖബറുകൾ ഭരണകൂടം തകർത്തു എന്നാണ് സൂഫി ഇസ്ലാമിക് ബോർഡ് പ്രസിഡന്റ് മൻസൂർ ഖാൻ ആരോപിക്കുന്നത്. ലോകത്തെ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളുള്ള രാജ്യങ്ങളൊന്നാണ് ഇന്ത്യ. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ മുസ്ലിങ്ങളുടെ വികാരം പ്രധാനമന്ത്രി സൗദി ഭരണകൂടത്തെ അറിയിക്കണം എന്നുള്ളതാണ് സൂഫി വര്യന്മാർ ഇപ്പോൾ പറയുന്നത്. നരേന്ദ്രമോദി ഇത് ഉന്നയിക്കുമോ ഉന്നയിക്കില്ലേ എന്നുള്ളത് കണ്ടു തന്നെ അറിയണം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.